നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. എരമല്ലൂരിലെ കൊലപാതകം പ്രതിപിടിയിൽ. എരമല്ലൂർ എൻവീസ് ബാറിന് സമീപമുള്ള പൊറോട്ട കമ്പനിയിൽ വിതരണക്കാരനായിരുന്ന കോട്ടയം മണർകാട് സ്വദേശിയായ ജയകൃഷ്ണൻ എന്നയാളെ തലക്കടിച്ചു കൊന്ന കേസിലെ പ്രതി അരൂർ പോലീസിൻ്റെ പിടിയിലായി. കോടംതുരുത്ത് പഞ്ചായത്ത് 9-ാം വാർഡിൽ കുത്തിയതോട് പുന്നവേലി നികർത്ത് വീട്ടിൽ പ്രകാശൻ്റെ മകൻ 21 വയസ്സുള്ള പ്രേംജിത്താണ് അരൂർ പോലീസിൻ്റെ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച വെളുപ്പിന് 4:30 മണിയോടെ എരമല്ലൂർ എൻവീസ് ബാറിന് കിഴക്ക് വശമുള്ള 3 സ്റ്റാർ എന്ന പൊറോട്ട കമ്പനിയിലാണ് നാടിനെ നടുക്കുന്ന കൊലപാതകം ഉണ്ടായത്. പൊറോട്ട സപ്ലൈ ചെയ്യുന്നതിൽ ജയകൃഷ്ണൻ്റെ വാഹനത്തിലെ സഹായിയാണ് പ്രതിയായ പ്രേംജിത്ത്. കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഷണം, പിടിച്ചുപറി, കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതിയായിരുന്ന ജയകൃഷ്ണൻ കോട്ടയം ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാട് കടത്തപ്പെട്ടതിനെ തുടർന്നാണ് എരമല്ലൂരിലെ സ്ഥാപനത്തിൽ വന്ന് ജോലിക്ക് കയറിയത്. ഇരുവരും ഒരുമിച്ച് വിതരണത്തിന് പോകുന്ന സമയങ്ങളിൽ ജയകൃഷ്ണൻ പ്രേംജിത്തിനെ ശാരീരികമായും മാനസികമായും ശല്യപ്പെടുത്തുകയും കേസുകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു എന്നറിയുന്നു. ഇതുമൂലമുള്ള വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു. കിടന്നുറങ്ങുകയായിരുന്ന ജയകൃഷ്ണനെ പ്രതി കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ചും കത്തികൊണ്ടും മുതുകത്ത് കുത്തിയുമാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിന് ശേഷം മുറിയിൽ ഉപേക്ഷിച്ചു പോയ ആയുധങ്ങൾ പോലീസ് കണ്ടെത്തി. ദൃക്സാക്ഷികൾ ആരും ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ പരിശോധനയുടെയും സാങ്കേതിക പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. അരൂർ സർക്കിൾ ഇൻസ്പെക്ടർ PS ഷിജു, സബ് ഇൻസ്പെക്ടർ S ഗീതുമോൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അഡീഷണൽ സബ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, സാജൻ, ബൈജു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ സുധീഷ്, ചന്ദ്രബോസ്, വിനോദ്, പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീജിത്ത്, വിജേഷ്, രതീഷ്, നിതീഷ്, ശ്യാംജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ പോയി പ്രതികളെ പിടികൂടുന്ന മികച്ച പോലീസ് റെക്കോർഡുള്ള ഓഫീസറാണ് അരൂർ സർക്കിൾ ഇൻസ്പെക്ടറായ PS ഷിജു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്യസംസ്ഥാനത്ത് മറ്റൊരു അന്വേഷണത്തിന് പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സമയത്താണ് ഈ കൊലപാതകത്തിൻ്റെ വിവരം അറിഞ്ഞ് മടങ്ങിപ്പോകുന്നത്. ജയകൃഷ്ണൻ്റെ മൃതദേഹം പോലീസ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ ദ്രുതഗതിയിൽ പിടികൂടിയ അരൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അരൂർ വിഷൻ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബഥേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം 2024 സെപ്റ്റംബർ 12, 13, 14, 15 തീയതികളിൽ വൈകുന്നേരം 5:30 മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.